ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഡോക്ടർ പി കമലാസനൻ, ഇന്നത്തെ ഈ യോഗം അറേഞ്ച് ചെയ്ത കോർഡിനേറ്റ് ചെയ്ത ഡോക്ടർ രാധാകൃഷ്ണൻ, എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട സഹപ്രവർത്തകനും സുഹൃത്തുമായ സഹോദരനുമായ ശ്രീ വി ആർ ജോഷി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വളരെ ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഡോക്ടർ രാധാകൃഷ്ണൻ ഒരുപാട് എന്നെക്കുറിച്ച് സംസാരിച്ചു. അതിനൊന്നിനും എനിക്ക് അർഹതയില്ല. ഞാൻ ഒരു പ്രാസംഗികനല്ല, ഞാൻ പല ഭാഷയിലും സംസാരിക്കുന്നു. അദ്ദേഹത്തിനെ പോലെ ഒരു വാഗ്മിയല്ല, എൻ്റെ മലയാളം അത്ര ശക്തമല്ല. ഞാൻ ചിന്തിക്കാൻ ശ്രമിക്കുന്നു, അതിനെ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ അർഹിക്കാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തോട്, വളരെ അഗാധമായ സ്നേഹവും അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും സാമൂഹ്യ നീതിയോടും മനുഷ്യത്വത്തിനോടും മനുഷ്യ സ്നേഹത്തിനോടുമുള്ള ഡോക്ടർ രാധാകൃഷ്ണൻ്റെ അഗാധമായിട്ടുള്ള പ്രതിബദ്ധതയാണ് ആ വാക്കുകളിൽ ഞാൻ കാണുന്നത്, അല്ലാതെ എന്നെക്കുറിച്ചുള്ള ഒരു വിവരണമല്ല. വളരെ വളരെ നന്ദി. ഇത് പറഞ്ഞതിന് ഞാൻ അങ്ങയോട് വളരെ നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ വളരെ സുപ്രധാനമായ രണ്ട് വിഷയങ്ങൾ സംസാരിക്കാനാണ്. അതായത് പൗരത്വ ഭേദഗതി നിയമവും ഈ സെൻസസിൻ്റെ വിഷയവും. ഇത് മനസ്സിലാക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇന്നലെ ഞാൻ കൊച്ചിയിൽ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 15 വയസ്സുള്ളപ്പോൾ എന്നെ പഠിപ്പിച്ചിരുന്ന, അന്ന് 25 വയസ്സ് പ്രായമുള്ള എൻ്റെ സാറിനെ കാണാൻ പോയി ഞാൻ. ഇപ്പം എനിക്ക് 70 വയസ്സായി, അദ്ദേഹത്തിന് 80 വയസ്സായി. ഈ 10 വയസ്സ് ഗ്യാപ്പ് കുറയ്ക്കാൻ ഒക്കുന്നില്ല എത്ര വർഷമായാലും. അപ്പോൾ അദ്ദേഹം സുഖമായി ജീവിക്കുന്നു. വളരെ നല്ലൊരു ഒരു സാറാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. അവിടെയായിരുന്നു അദ്ദേഹം, എൻ്റെ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹം പല സ്ഥലത്തും പോസ്റ്റിംഗ് കിട്ടി. ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് പോസ്റ്റിംഗ് കിട്ടിയത് മോസ്കോയിലായിരുന്നു. മോസ്കോയിലൊരു കേന്ദ്രീയ വിദ്യാലയമുണ്ട്. അവിടെയാണ് അദ്ദേഹം ഏകദേശം 4-5 വർഷം മോസ്കോയിലുണ്ടായിരുന്നു. അദ്ദേഹം മോസ്കോയിലുണ്ടായിരുന്ന സമയത്താണ് സോവിയറ്റ് യൂണിയൻ തകരുന്നത്. സോവിയറ്റ് യൂണിയനിലേക്ക് അദ്ദേഹം പോയി തിരിച്ചു വന്നത് റഷ്യയിൽ നിന്നാണ്. അദ്ദേഹം അവിടെ ഉള്ളപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ തകരുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഈ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു സംഭവമാണ്, അല്ലേ? അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറ് ഈ വലിയൊരു ചരിത്ര സംഭവത്തിൽ, ഒരു ഏറ്റവും വലിയ ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം തകർന്ന് തരിപ്പണമാകുകയാണ്, അതെങ്ങനെയാണ് സാർ അനുഭവിച്ചതെന്ന് ഞാൻ ചോദിച്ചു. സാറ് പറഞ്ഞു, എല്ലാം നോർമലായിരുന്നു, ഒരാൾക്കൂട്ടമില്ല, ബഹളമില്ല, ഒന്നുമില്ല, നിത്യജീവിതം അതുപോലെ തന്നെ തുടർന്നു. ഒരു സ്ഥലത്ത്, അവിടുത്തെ വൈറ്റ് ഹൗസ്, അവിടുത്തെ പ്രസിഡന്റ് താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് ആൾക്കാർ കൂടി. പക്ഷെ നമ്മുടെ ഈ അങ്ങാടിയിൽ പോയ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ നമ്മൾ കാണും. വലിയൊരു ആൾക്കൂട്ടമൊന്നും അല്ലായിരുന്നു. നമ്മൾ കാണുന്നത് ചില ടി വിയിലൊക്കെ ചില ദൃശ്യങ്ങളാണ്. പക്ഷേ നിത്യജീവിതത്തിൽ ഒരു വലിയൊരു രാഷ്ട്രം, വലിയൊരു സങ്കല്പം തകരുകയാണെന്ന് യാതൊരു തെളിവുമില്ലായിരുന്നു, യാതൊരു സൈനുമില്ലായിരുന്നു, യാതൊരു ഇൻഡിക്കേഷനും ഇല്ലായിരുന്നു. രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, കടയിൽ പോകുന്നു, കാര്യങ്ങൾ കൊണ്ടുവരുന്നു, രാജ്യം തകരുന്നു. ഞാനും സ്വയം കുറേ വർഷങ്ങൾ മുമ്പ് ബാങ്കോക്കിൽ കൂടെ ഒരിക്കൽ പോയപ്പോൾ എല്ലാം നോർമൽ ലൈഫ് ഇങ്ങനെ തുടരുന്നു. പക്ഷെ 1-2 മിലിറ്ററി ടാങ്കുകൾ ഞാൻ കണ്ടു. അപ്പം ഞാൻ അവിടെയുള്ള ഒരാളോട് ചോദിച്ചു, എന്താ നടക്കുന്നത്? ഒരു കൂ നടക്കുകയാണെന്ന് പറഞ്ഞു. പട്ടാളം ഇലക്റ്റഡ് ഗവൺമെൻറ്റിനെ ഓവർത്രോ ചെയ്യുകയാണ്. മൂന്നാമത്തെ എക്സാമ്പിൾ, ഞാൻ മനില ഫിലിപ്പീൻസിൽ താമസിക്കുമ്പോഴാണ് മാർക്കോസിൻ്റെ ഗവൺമെൻറ് തകരുകയും പുതിയൊരു ഗവൺമെൻറ് അവിടെ വരികയും ചെയ്തത്. ആ സമയത്ത് ഏറ്റവും വലിയ അവിടുത്തെ പട്ടാളം മാർക്കോസിനെതിരെ റിവോൾട്ട് ചെയ്തു. അപ്പോൾ ഇത് ടി വിയിൽ വലിയ ഇതിൽ വരികയാണ്. ഞാൻ അവിടെ പോയപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി നോർമൽ ലൈഫാണ്.
അതിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള പെട്രോൾ പമ്പിൽ ആളുകൾ പോയി പെട്രോൾ ഒഴിക്കുന്നു, കടകളിൽ സാധനം വാങ്ങിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത്, നമ്മളിവിടെ ഇരിക്കുന്നു, എല്ലാം നോർമലായിട്ട് നടക്കുന്നു, പക്ഷെ നമ്മുടെ ജനാധിപത്യം, നമ്മുടെ രാഷ്ട്രം തകരുകയാണ്, ഇന്ത്യ തകരുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യങ്ങൾ തകരുമ്പോൾ ഇടിമിന്നൽ വരികയോ മഴ പെയ്യോ പ്രളയം വരികയോ ഒന്നുമില്ല. ഈ രാഷ്ട്രം എന്ന് വെച്ചാൽ ഒരു സങ്കല്പമാണ്, വെറും സാങ്കല്പികമാണ്. സങ്കല്പങ്ങൾ മാറുമ്പോൾ അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് യാതൊരു സംശയം ഉണ്ടാകരുത്. ഇപ്പം ഇതിനെക്കുറിച്ച് മാർട്ടിൻ ലൂത്തർ കിങ് വളരെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച സെർമണായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ റെവറൻ്റ് ആയിരുന്നല്ലോ. അത് കൊലപ്പെടുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ്, 2-3 ദിവസം മുമ്പ് അദ്ദേഹം അവസാനത്തെ ഒരു സെർമൺ ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ചെയ്തു. അതിൻ്റെ ടോപ്പിക്ക് സ്ലീപ്പിംഗ് ത്രൂ എ റെവല്യൂഷൻ. ഇതേ വിഷയമാണ് അത് പറയുന്നത്. ഈ വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഉറങ്ങുകയാണ്, നമ്മളത് നടക്കുന്നു, എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ രാഷ്ട്രം തകരുകയാണ്. അമേരിക്കൻ രാഷ്ട്രം അവരുടെ ഘടനയുടെ 8ാമത്തെ ദശാബ്ദത്തിലാണ് അവിടെ സിവിൽ വാർ ഉണ്ടാകുന്നത്. എന്തിനെക്കുറിച്ച്? നമ്മുടെ ഇവിടുത്തെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിൻ്റെ അതേ പ്രൊപ്പോർഷൻ, ഒരു 20-25%, ഇവിടെ 25-26% SC/ST. ഏകദേശം ആ ശതമാനം ആയ കറുത്ത ആഫ്രിക്കൻ അമേരിക്കൻ സ്ലേവ്സിൻ്റെ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടിയാണ് സിവിൽ വാർ ഉണ്ടായത്. ലിങ്കൺ പറഞ്ഞു, ദിസ് നേഷൻ കനോട്ട് എക്സിസ്റ്റ് ഹാഫ് സ്ലേവ് ആൻഡ് ഹാഫ് ഫ്രീ. എന്നിട്ട് അവർ യുദ്ധം ചെയ്തു ആ 4/1 ഭാഗം ജനങ്ങളുടെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി. അതുകൊണ്ട് ഇന്ന് അമേരിക്ക വലിയൊരു സൂപ്പർ പവറായി. എന്ന് വെച്ചാൽ അവരുടെ അടിത്തറ ജനാധിപത്യത്തിലും സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും നിൽക്കാൻ പാടുള്ളൂ എന്ന് ആ സമയത്തുള്ള നേതാക്കന്മാർ നിർബന്ധം പിടിച്ചു. അമേരിക്ക രക്ഷപ്പെട്ടു. നമ്മളും ഇന്ത്യയുടെ ഭരണഘടനയുടെ 8ാമത്തെ ദശാബ്ദത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അമേരിക്കയിൽ സിവിൽ വാർ ഉണ്ടായ അതേ 8ാമത്തെ ദശാബ്ദത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നടക്കുന്നത്, ഇവിടെ ഈ ജനാധിപത്യ റിപ്പബ്ലിക്കിനെതിരെയുള്ള വലിയൊരു ആക്രമണമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഇന്ന് എങ്ങനെ മനസ്സിലാക്കണം, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് ഈ കുട്ടികളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത്. അവർ ഓർക്കും, അവരുടെ മക്കളും ചെറുമക്കളും അവരോട് ചോദിക്കും, 2024 തിരഞ്ഞെടുക്കുന്ന സമയത്ത് അച്ഛൻ അമ്മ ഉണ്ടായിരുന്നു ഇല്ലേ, ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇല്ലേ, അതെങ്ങനെ ആയിരുന്നു? അതായിരുന്നല്ലോ അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ. എങ്ങനെ ആയിരുന്നു? ഓപ്പോസിഷൻ്റെ അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തു, മുഖ്യമന്ത്രിമാരെല്ലാം ജയിലിലാക്കി, എന്നിട്ട് ഇലക്ഷൻ നടന്നു. എന്നിട്ട് പുടിൻ ജയിച്ചതുപോലെ 90% വോട്ട് വെച്ചിട്ട് റൂളിംഗ് പാർട്ടി ജയിച്ചു എന്നൊക്കെ ചോദിക്കും നിങ്ങളോട്. അപ്പം അതെങ്ങനെ മനസ്സിലാക്കി? അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പം വാസ്തവത്തിൽ ഇതെങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതല്ല വെല്ലുവിളി, എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് വെല്ലുവിളി. ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് വെറും രണ്ട് ഗുരുക്കന്മാരിൽ നിന്നാണ്. ഒന്ന് നാരായണ ഗുരു, മറ്റേത് ബാബാ സാഹേബ് അംബേദ്കർ. എന്നുവെച്ചാൽ അവർ രണ്ടുപേരും ഇത് നടക്കും എന്ന് പ്രവചിച്ചു, വളരെ സൂക്ഷ്മമായി പ്രവചിച്ചു. ഇതാണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്, ഒരു നൂറ്റാണ്ട് മുമ്പ്. പക്ഷെ നമ്മളാരും ശ്രദ്ധിച്ചില്ല, അവരുടെ പ്രവചനങ്ങൾ നമ്മൾ അവഗണിച്ചു. ഇനിയെങ്കിലും അവർ പ്രവചിച്ചു, അതിന് പ്രതിവിധിയും പറഞ്ഞു.
പക്ഷെ രണ്ടും നമ്മൾ അവഗണിച്ചു. ഇനിയെങ്കിലും ആ അവഗണന മതിയാക്കണം. ഗുരു എന്തു പറഞ്ഞു, ബാബാ സാഹേബ് അംബേദ്കർ എന്തു പറഞ്ഞു എന്ന് വളരെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ആ പാതയിലൂടെ നമ്മൾ പോകണം. എന്താണ് ഇവർ പറഞ്ഞത്? ഇവർ രണ്ടുപേരും പറഞ്ഞത് ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രമുണ്ടാകാൻ പോകുന്നു. ഇവർ രണ്ടുപേരും ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റിനെ എതിർത്തു, വളരെ ശക്തമായി എതിർത്തു. ഏറ്റവും ശക്തമായി എതിർത്തത് നാരായണ ഗുരുവാണ്. നാരായണ ഗുരു പറഞ്ഞു ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു 1925. RSS സ്ഥാപിക്കപ്പെടുന്ന 11ാമത്തെ ദിവസം മഹാനായ പത്രാധിപരായ CV കുഞ്ഞിരാമനും ഗുരുദേവനുമായിട്ടുള്ളൊരു സംവാദം കേരളകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചു. അതിൽ ഗുരു പറയുന്നു ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ. ബാബാ സാഹേബ് അംബേദ്കർ ആണെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് ഞാൻ തിരിച്ചു വരാം. ബാബാ സാഹേബ് അംബേദ്കർ ആണെങ്കിൽ വാ തോരാതെ ഈ ബ്രാഹ്മണത്വത്തിൻ്റെ കുറിച്ചും ഹിന്ദുയിസത്തിനെ കുറിച്ചും അതിൻ്റെ ഒറിജിനെ കുറിച്ചും അതിൻ്റെ അപകടത്തിനെ കുറിച്ചും അതെന്താണെന്നും വളരെ വളരെ വിശദമായി എഴുതുകയും സംസാരിക്കുകയും ചെയ്തു. എന്താണ് അവർ കണ്ടത്, എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ സെൻസസും ഈ CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റും ഈ ഹിന്ദു രാഷ്ട്രത്തിൻ്റെയും ഹിന്ദു മതത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് എന്നാണ് ഞാൻ ഇന്ന് വാദിക്കാൻ പോകുന്നത്. അത് എന്തുകൊണ്ട് വാദിക്കുന്നു ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് 1930 ബാബാ സാഹേബ് അംബേദ്കർ, ഞാൻ പലപ്പോഴും പറയുന്നതാണ്, ചിലപ്പോൾ കേട്ട് കാണും, പക്ഷെ ആവർത്തിക്കേണ്ടതാണ്. 1930 ബാബാ സാഹേബ് അംബേദ്കർ ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പോകുന്നു. ലണ്ടനിൽ ബ്രിട്ടീഷുകാർ വിളിച്ചു കൂട്ടി. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടാക്കാൻ ഒരു കമ്മിറ്റി, സൈമൺ കമ്മീഷൻ ഉണ്ടാക്കി. അതിൽ ഇന്ത്യൻ പ്രാതിനിധ്യമില്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഡ്രാഫ്റ്റിനെ ഡിസ്കസ് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള പ്രതികരണം എടുക്കാനും ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കന്മാരെ ലണ്ടനിൽ വിളിച്ചു. നമ്മളുടെ പ്രതിനിധിയായി, ഡിപ്രസ് ക്ലാസസ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയായി രണ്ടുപേരെ വിളിച്ചു. അതിൽ പ്രമുഖൻ ബാബാ സാഹേബ് BR അംബേദ്കർ ആയിരുന്നു. അദ്ദേഹം അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ലണ്ടനിൽ. അദ്ദേഹം ആദ്യം പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോയി കഴിയുമ്പോൾ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കാണ്, എൻ്റെ വാക്കല്ല. ഓളിഗാർക്കി ആയിരിക്കും എന്ന് പറഞ്ഞു. എന്താണ് ഓളിഗാർക്കിയുടെ അർത്ഥം നമുക്കറിയാം. മോണാർക്കി എന്ന് വെച്ചാൽ മോണോ ആർക്കി, ആർക്കി എന്ന് വെച്ചാൽ ഭരണം, മോണോ എന്ന് വെച്ചാൽ ഒരാളുടെ ഭരണം, ഒരു വ്യക്തിയുടെ ഭരണം. മോണോ ആർക്കി, മോണോ എന്ന് വെച്ചാൽ ഒന്ന്. ഇപ്പോൾ 1 ഇന്ത്യ 1 റൂളർ 1 ഗവൺമെൻറ് എന്നൊക്കെ പറയില്ല, അതാണ് മോണോ ആർക്കി, ഒരാളുടെ ഭരണം. ഓളിഗോസ് എന്ന് വെച്ചാൽ ചുരുക്കം, സ്മോൾ നമ്പർ, ചുരുക്കം ആൾക്കാരുടെ ഭരണമാണ് ഓളിഗാർക്കി. ഇപ്പോൾ ബാബാ സാഹേബ് പറഞ്ഞു, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് ചെറിയൊരു വിഭാഗമാണ് ഭരിക്കാൻ പോകുന്നത്. അതാണ് ഓളിഗാർക്കി എന്ന് പറയുന്നത്. അതാണ് സത്യം. 4 കമ്മ്യൂണിറ്റീസാണ് ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്നത്. 4 കമ്മ്യൂണിറ്റീസ്, ചെറിയ കമ്മ്യൂണിറ്റീസാണ്. എല്ലാ പവറും അധികാരവും സമ്പത്തും എല്ലാം അവരുടെ കയ്യിലാണ്, എല്ലാ കൺട്രോളും അവരുടെ കയ്യിലാണ്. കേരളത്തിനെ ഭരിക്കുന്നത് ബേസിക്കലി 2 കമ്മ്യൂണിറ്റീസാണ്. അവർ മൂന്നാമത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ മക്കളാണെന്ന് ക്ലെയിം ചെയ്യുന്ന 2 കമ്മ്യൂണിറ്റീസാണ്. കേരളത്തിലെ എല്ലാ അധികാരവും ഒരു മൊണോപ്പൊളൈസ് ചെയ്യുന്നത് അവരാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഇന്ന് വരെ എല്ലാ വർഷവും ഷെഡ്യൂൾ കാസ്റ്റ് റിസർവേഷൻ IASലുണ്ടെങ്കിലും ഇന്ന് വരെ ഒരൊറ്റ ഷെഡ്യൂൾ കാസ്റ്റോ ഒരൊറ്റ ഷെഡ്യൂൾ ട്രൈബോ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. ഒരൊറ്റ മലയാളി മുസ്ലിം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. ഒരു ഈഴവനാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളത്, മറ്റേത് തിരുവിതാംകൂറിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. പോലീസ് മേധാവി നോക്കിയാൽ ഇതുപോലെ ഒരു
2 ഷെഡ്യൂൾ കാസ്റ്റും 2 ഈഴവരും, ഒരു മലയാളി മുസ്ലിം 25 ദിവസത്തേക്കായിട്ടുണ്ട്, കേരളത്തിൻ്റെ പോലീസിൻ്റെ മേധാവി. പിന്നെ ഇപ്പോൾ ഒരു നോൺ മലയാളി മുസ്ലിമുണ്ട്. അത് ഞങ്ങളിങ്ങനെ നിരന്തരം പറയുന്നുകൊണ്ടായിരിക്കാം. സുപ്രീം കോർട്ടിലാണെങ്കിൽ മലയാളി ജഡ്ജിമാർ, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മലയാളി ജഡ്ജിമാർ 2 മുസ്ലിംസും 2 ഷെഡ്യൂൾ കാസ്റ്റ് ഒഴിച്ചാൽ ബാക്കി ആരും പിന്നോക്കരില്ല. എല്ലാം ഈ 2 സമുദായങ്ങളിലുള്ള 3 സമുദായങ്ങളിലുള്ള ആൾക്കാരാണ്. ഇന്ന് വരെ ഒരു ഈഴവൻ ഇന്ത്യൻ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജായിട്ടില്ല, ഇന്ന് വരെ. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞ പ്രവചനം വളരെ കറക്റ്റാണ്. അതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. പവർ മുഴുവനും ഒരു ചെറിയൊരു കൂട്ടത്തിൻ്റെ കയ്യിലാണ്. അതിൻ്റെ പ്രതിവിധി ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞത് പ്രാതിനിധ്യ ജനാധിപത്യം വേണമെന്നാണ്. എല്ലാ സമുദായങ്ങൾക്കും ആനുപാതികമായ ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ഓളിഗാർക്കിയെ അവസാനിപ്പിക്കും പ്രാതിനിധ്യം. ഇതിനുവേണ്ടി ബാബാ സാഹേബ് അംബേദ്കർ ലണ്ടനിലും അതിനു മുമ്പും പിൻപും വളരെ ശക്തമായി പോരാടി. ഇന്ത്യയിൽ പ്രാതിനിധ്യ ജനാധിപത്യം വേണം എന്നുള്ളത് ഡിപ്രസ് ക്ലാസസിൻ്റെ ഒരു ഡിമാൻഡാണ്. പ്രാതിനിധ്യ ജനാധിപത്യം ഇല്ലെങ്കിൽ ഇവിടെ ജനാധിപത്യം ഇല്ല. പ്രാതിനിധ്യ ജനാധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ ചുവടിൽ എത്തുകയുള്ളൂ. അല്ല, നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരം നടത്തിയത് ഈ 4 കമ്മ്യൂണിറ്റീസിന് ഭരിക്കാൻ വേണ്ടിയാണോ? നമുക്ക് സ്വരാജ്യനും സ്വയംഭരണത്തിനും വേണ്ടിയല്ലേ? അപ്പോൾ നമുക്ക് പ്രാതിനിധ്യം വേണ്ടേ? അപ്പോൾ പ്രാതിനിധ്യം വേണം, പ്രാതിനിധ്യ ജനാധിപത്യം വേണം എന്ന് പറഞ്ഞത് ഏറ്റവും ശക്തമായി പറഞ്ഞത് ഡോക്ടർ അംബേദ്കറാണ്. അതില്ലെങ്കിൽ ജനാധിപത്യത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞ ഡോക്ടർ അംബേദ്കറാണ്. ഡോക്ടർ അംബേദ്കർ ലണ്ടനിൽ ലെജിസ്ലേച്ചറിൽ പ്രാതിനിധ്യം വേണം, അതിനുവേണ്ടി സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണം എന്ന് പറഞ്ഞു. ഡിപ്രസ് ക്ലാസസിന്, നമുക്കൊക്കെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണം എന്ന് പറഞ്ഞു. 10 വർഷത്തേക്ക്, അതായത് ഓരോ കമ്മ്യൂണിറ്റിയും അവർ മാത്രം വോട്ടേഴ്സ് ആയിരിക്കും, തിരഞ്ഞെടുക്കപ്പെടുന്നതും അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളായിരിക്കും. അങ്ങനെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് പല മറ്റ് വിഭാഗങ്ങൾക്കുണ്ടായിരുന്നു, പക്ഷെ ഡിപ്രസ് ക്ലാസസിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു ഡിപ്രസ് ക്ലാസസിനും വേണം 10 വർഷത്തേക്ക്. അത് കഴിഞ്ഞിട്ട് റിസർവേഷൻ വേണം എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഡോക്ടർ അംബേദ്കർ പറഞ്ഞു ജനാധിപത്യം നമുക്കില്ല, ജനങ്ങൾക്ക് ഇതുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വരികയാണെങ്കിൽ 10 വർഷത്തിനുള്ളിൽ ഓരോ കമ്മ്യൂണിറ്റിക്കും അവരവരുടെ നേതാക്കൾ ഉയർന്നു വരും. ബാബാ സാഹേബ് പറഞ്ഞില്ല ഞാൻ മാത്രമാണ് ഡിപ്രസ് ക്ലാസസിൻ്റെ നേതാവെന്ന്. ഗാന്ധി പറഞ്ഞു ഞാനാണ് ഇന്ത്യയുടെ ഏക പ്രതിനിധി, ഞാനാണെന്ന് പറഞ്ഞു. പക്ഷെ ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ ഓരോ കമ്മ്യൂണിറ്റീസിനും അവരവരുടെ നേതൃത്വം ഉടലെടുക്കണം. അതിനു വേണ്ടിയാണ് ഈ ഡിമാൻഡ് വെച്ചത്. അത് ബ്രിട്ടീഷുകാർ അംഗീകരിച്ചു. അതിൻ്റെ ഇടയിൽ നമുക്കറിയാം എതിരെ ഗാന്ധിജി ഉപവാസം നടത്തി, അവസാനം അത് പിൻവലിച്ചു. എന്നിട്ടും 1947 സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് സർദാർ പട്ടേൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയോട് പറയാണ് പ്രാതിനിധ്യം ഏറ്റവും വലിയ 3 മൈനോറിറ്റീസ് നെയിം ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഈ 3 മൈനോറിറ്റീസിനും റിസർവേഷൻ കൊടുക്കണം. എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും മാത്രമല്ല ലെജിസ്ലേച്ചറിലും റിസർവേഷൻ കൊടുക്കണം. ക്യാബിനറ്റിൽ കൊടുക്കണം എന്നൊരു ഡിമാൻഡുണ്ട്. അത് റിസർവേഷനായിട്ട് വെക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പാർട്ട് ഞങ്ങൾ ചേർക്കും. ആ പാർട്ട് അനുസരിച്ച് ഗവർണറോ രാഷ്ട്രപതിയോ ഒരു ക്യാബിനറ്റ് ഫോം ചെയ്യാൻ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്താൽ ആ സമയത്ത് ആ ഇൻവൈറ്റ് ചെയ്യുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് പറയണം എന്ന് കമ്പൽസറി ആക്കും, നിങ്ങൾ പ്രാതിനിധ്യം എല്ലാവർക്കും കൊടുക്കണം ക്യാബിനറ്റിൽ എന്ന് പറയണം. ഇതൊക്കെ സർദാർ പട്ടേൽ പറഞ്ഞു. ഈ 3 മൈനോറിറ്റീസ് ആരായിരുന്നു? 2% കൂടുതലുള്ള മൈനോറിറ്റീസ്, മുസ്ലിംസ്, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്. അപ്പോൾ മുസ്ലിംസിനും ലെജിസ്ലേച്ചറിൽ റിസർവേഷൻ കൊടുക്കാമെന്ന് സർദാർ പട്ടേൽ 1947 കമ്മിറ്റ് ചെയ്തു. പക്ഷെ 49 അത് പിൻവലിച്ചു.
അപ്പോൾ ഈ സ്വാതന്ത്ര്യം വന്നേ പിന്നെ ഈ പ്രാതിനിധ്യ ജനാധിപത്യം എന്നുള്ള സങ്കല്പം പുറോട്ട് വലിച്ചിട്ട് മെറിറ്റാണ്, പ്രാതിനിധ്യമല്ല എന്ന് പറഞ്ഞ് ഒരു വാദം തുടങ്ങി. എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞത് എന്താണ്? എല്ലാ കമ്മ്യൂണിറ്റീസിനും, എല്ലാ സമുദായങ്ങൾക്കും മതിയായ പ്രാതിനിധ്യം വേണം, ആനുപാതികമായ പ്രാതിനിധ്യം വേണം എന്ന് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു. റിസർവേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല, ബാക്ക്വേർഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല. എല്ലാ സമുദായങ്ങൾക്കും, ഈ ഓളിഗാർക്കി സമുദായം ഉൾപ്പെടെ എല്ലാ സമുദായങ്ങൾക്കും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം വേണം എന്ന് അദ്ദേഹം ഡിമാൻഡ് ചെയ്തു. അത് മുന്നോട്ട് വെച്ചു. അതിൽ നിന്നാണ് ആർട്ടിക്കിൾ 16(4) ഒരു കോംപ്രമൈസ്ഡ് വേർഷനായിട്ട് ബാക്ക്വേർഡ് ക്ലാസ് എന്നുള്ള വാക്ക്, അതിൽ ഡോക്ടർ അംബേദ്കറിൻ്റെ വാക്കല്ല, അദ്ദേഹം പറഞ്ഞ ഓൾ കമ്മ്യൂണിറ്റീസ് എന്നാണ്. അപ്പോൾ ബാബാ സാഹേബ് അംബേദ്കർ വ്യക്തമായി വളരെ ക്ലിയർ ആയിരുന്നു. പ്രാതിനിധ്യ ജനാധിപത്യം വേണം, പ്രാതിനിധ്യത്തിൻ്റെ യൂണിറ്റ് സമുദായങ്ങളായിരിക്കണം, കമ്മ്യൂണിറ്റീസ് ആയിരിക്കണം, വളരെ ക്ലിയർ ആയിരുന്നു. അതിനെ മാറ്റി ക്ലാസ്സസ് നാക്കി, ബാക്ക്വേർഡ് ക്ലാസ്സസ് നാക്കി, റെപ്രസെൻറ്റേഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണെന്നും അത് ഒരു ജനറേഷനിൽ കൂടുതൽ നിൽക്കാൻ പാടില്ല, എത്ര കാലം കൊടുക്കും എന്നൊക്കെ ആക്കി അത് ഒരു ടൈം ബൗണ്ട് ആണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കി അതിൻ്റെ ക്യാരക്ടർ തന്നെ മാറ്റി. പക്ഷേ EWSൻ്റെ എതിരെ ഞങ്ങൾ വാദിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് ഞങ്ങൾ വെച്ചത്, റിസർവേഷൻ ഒരു സംവരണം ഒരു ഉപകരണം മാത്രമാണ്, ഞങ്ങൾക്ക് വേണ്ടത് പ്രാതിനിധ്യമാണ്. പ്രാതിനിധ്യത്തിന് ഇതിനേക്കാളും നല്ല ഉപകരണമുണ്ടെങ്കിൽ അത് മതി ഞങ്ങൾക്ക്. ഞങ്ങൾ ഇതെടുത്ത് അറബിക്കടലിൽ കളയും സംവരണം എന്നുള്ളതൊരു ചാതുർവർണ്ണയ സങ്കല്പമാണ്. ഓരോരുത്തർക്കും ഓരോ ജോലി ഇങ്ങനെ മാറ്റി വയ്ക്കുക. ഞങ്ങൾക്ക് വേണ്ടത് പ്രാതിനിധ്യമാണെന്ന് പറഞ്ഞു. ആ പ്രാതിനിധ്യത്തിൻ്റെ ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ഡിമാൻഡാണ് സെൻസസിൻ്റെ പ്രസക്തി കൊണ്ടുവരുന്നത്. റിസർവേഷന് പ്രാതിനിധ്യം വേണമെന്നില്ല, പക്ഷേ സെൻസസ് വേണമെന്നില്ല. പക്ഷേ പ്രാതിനിധ്യമാണ് വേണ്ടതെങ്കിൽ സെൻസസ് അനിവാര്യമാണ്. എന്ന് വെച്ചാൽ ആനുപാതികമായി പ്രാതിനിധ്യം കൊടുക്കണമെങ്കിൽ എല്ലാവരുടെയും കണക്ക് എന്താണ് നമുക്കറിയണം. അപ്പോൾ നമ്മളിപ്പോൾ സെൻസസിലേക്ക് വരുന്നു. ഈ സെൻസസിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത് ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ പ്രാതിനിധ്യ ജനാധിപത്യം വേണം എന്നുള്ള ഒരു ഡിമാൻഡിൽ നിന്നാണ് സെൻസസിൻ്റെ പ്രസക്തി നമുക്കുണ്ടാകുന്നത്. പക്ഷേ സെൻസസ് എന്നുള്ള വാക്ക് ഒരു ഇൻസ്പെക്ഷൻ എന്നുള്ളൊരു വാക്കിൻ്റെ അതിൻ്റെ അർത്ഥം ഒരു ഇൻസ്പെക്ഷൻ എന്നാണ്. എന്തിനെ അസസ് ചെയ്യുക, ഇൻസ്പെക്റ്റ് ചെയ്യുക, നിരീക്ഷിക്കുക എന്നുള്ളതാണ് സെൻസസിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് സെൻസർ ബോർഡ് എന്ന് പറയുന്നത്, സിനിമയുടെ സെൻസർ ബോർഡ്, സെൻസർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നിരീക്ഷിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, നിരീക്ഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ സെൻസസ് ഒരു ഉപകരണമാണ്. സെൻസസ് ഉപകരണമായതുകൊണ്ട് എന്തുകൊണ്ട് സെൻസസ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാണ് സെൻസസ്? ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവർ സെൻസസ് ഉപയോഗിച്ചത്, അവർക്ക് രാജ്യത്തിന് അറിയില്ല, വലിയൊരു ഭൂഖണ്ഡം, വളരെ വൈവിധ്യമുള്ള ഒരു ജനത, അവരിവിടെ വരുന്നു, ഇവിടെ ആരുണ്ട്, എന്താണ് അവരുടെ സാമ്പത്തിക, സാമൂഹിക, മതപരമായിട്ടുള്ള അവരുടെ ക്യാരക്ടർ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവരെ തമ്മിൽ വല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനൊക്കെ എന്നുള്ള ഒരു സ്കോപ്പ് മനസ്സിലാക്കുക. നമ്മളെ ഭരിക്കാൻ വേണ്ടി നമ്മളെ ഭരിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം. നമ്മളെ പഠിക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ സെൻസസ് നടത്തിയത്. 8 സെൻസസ് ബ്രിട്ടീഷുകാർ നടത്തി. 1900 ദശവർഷ സെൻസസുകൾ 1881 മുതൽ 1941 വരെ 8 സെൻസസ് നടത്തി. അത് കഴിഞ്ഞ് ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയ പിന്നെ 7 സെൻസസ് നടത്തി. 8ാമത്തത് 2021 നടക്കേണ്ടതായിരുന്നു, ഇതുവരെ നടത്തിയിട്ടില്ല. നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഈ സെൻസസിനെല്ലാം ഒരുപോലെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ കാണരുത്. ഈ ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം പഠിക്കുക, ഭരിക്കുക, ഇവിടുത്തെ സമുദായങ്ങളെയും ജനങ്ങളെയും പഠിക്കുക, ഭരിക്കുകയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യം കഴിഞ്ഞ പിന്നെ നമ്മുടെ സർക്കാർ വന്നപ്പോൾ ആ സർക്കാർ ഈ ഓളിഗാർക്കിയുടെ സർക്കാരായിരുന്നു. അതിനെ ഡോമിനേറ്റ് ചെയ്ത് മുഴുവനും ഈ 4 സമുദായങ്ങളിലെ ആൾക്കാരായിരുന്നു. അവരുടെ ഉദ്ദേശം മാറി. അവർ സെൻസസ് മറ്റൊരു ഉദ്ദേശത്തിനാണ് അവർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതെന്തായിരുന്നു?
ഹിന്ദു എന്നൊരു മതത്തിനെ ഉണ്ടാക്കാനാണ് സെൻസസ് അവർ ഉപയോഗിക്കുന്നത്. ഹിന്ദു എന്നൊരു മതത്തിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ, ഉണ്ടാക്കാൻ ഒരു ഉപകരണമാണ് സെൻസസ്. ഇല്ലാത്തൊരു മതം, അതിനാണ് അവർ സെൻസസ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു ഡിറ്റോർ എടുത്തിട്ട് ഗുരുവിൻ്റെ അടുത്ത് പോകണം. എന്ന് വെച്ചാൽ ഈ ബാബാ സാഹിബിൻ്റെ 1930 സ്പീച്ചിന് 5 വർഷം മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുരു നമ്മളോട് പറയുന്നു, ഒന്നിനെയും നിഷേധിക്കാത്ത ഗുരു, ആരെയും നിഷേധിക്കാത്ത ഗുരു പറയുന്നു, വളരെ ശക്തമായി പറയുന്നു, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ. ഇത്ര ക്ലിയർ അല്ലേ, നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുന്നു. അത് എന്തുകൊണ്ട് ഗുരു പറഞ്ഞു? അത് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ഈ ബോധം വരുള്ളൂ. ഹിന്ദു എന്നൊരു മതം ഇല്ലാത്തതുകൊണ്ട് ഹിന്ദു എന്നൊരു മതത്തിനെ കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ കൺസ്ട്രക്ഷൻ്റെ ഒരു ഉപകരണമാണ് സെൻസസ്. അതാണ് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, അതിൻ്റെ ഭാഗമാണ്. ഹിന്ദു എന്നുള്ളൊരു മതത്തിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം ആദ്യം നമുക്ക് വളരെ വേഗം ഗുരു എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഗുരു പറഞ്ഞു, ഹിന്ദു എന്നുള്ളത് 11 മതങ്ങളുടെ പൊതുപ്പേരാണെന്ന് ഗുരു പറഞ്ഞു. ഗുരു പറഞ്ഞു, ആദ്യം ഈ ഭൂഖണ്ഡത്തിൽ താമസിക്കുന്ന ആൾക്കാരെ വിവരിക്കാൻ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഒക്കെയുള്ള പേർഷ്യൻ ആൾക്കാരും ഈ പഷ്തോ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉപയോഗിച്ച ഒരു വാക്കാണ് ഹിന്ദു. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കല്ല. ഹിന്ദു എന്നൊരു വാക്ക് വേദങ്ങളിലില്ല, എവിടെയില്ല, അവരുടെ വാക്കാണ്. പലരും പറയുന്നത് അതിൻ്റെ അർത്ഥം കറുത്ത വരുന്നാണ്. ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ഒരു പേർഷ്യൻ പോയിട്ട് എടുക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു, നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത കുരു ഹിന്ദു കുരു എന്നാണ് പറയുന്നത്. ഹിന്ദു എന്ന് വെച്ചാൽ കറുത്തത്. അപ്പോൾ ഹിന്ദു എന്ന് വെച്ചാൽ ആദ്യം കറുത്ത ആൾക്കാർ, ഇത് ഗുരു പറയുന്നതല്ല, ഞാൻ പറയുന്നതാണ്. പക്ഷെ ഗുരു ഇത് പറയുന്നു, ആദ്യകാലത്ത് ഹിന്ദു എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർ, ഈ ഭൂഖണ്ഡത്തിൽ താമസിക്കുന്ന ആൾക്കാർ വിവരിക്കാൻ ഉപയോഗിച്ച ഒരു വാക്കാണ്. പക്ഷെ 1925 ഗുരു പറയുന്നു, ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ്? 11 മതങ്ങളുടെ ഒരു പൊതുപ്പേരാണ് ഹിന്ദു. ആ 11 മതങ്ങളെ ഗുരു ലിസ്റ്റ് ചെയ്യുന്നു. പൗരാണിക മതം, വൈദിക മതം, വൈഷ്ണവ മതം, ശൈവ മതം, അദ്വൈത മതം, ദ്വൈത മതം, വിശിഷ്ടാദ്വൈത മതം, ശാക്തമതം, പിന്നെ വൈശേഷിക മതം, സാഖ്യമതം, മീമാംസ മതം. അങ്ങനെ 11 മതങ്ങളുടെ പൊതുപ്പേരാണെന്ന് പറയുന്നു. പക്ഷെ മതമല്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ജുഡൈസം, ഈ 3 മതങ്ങളുടെ പൊതുപ്പേരാണ് സെമിറ്റിക് മതം. പക്ഷേ സെമിറ്റിക് ഒരു മതമല്ല, ഒരു പൊതുപ്പേരാണ്. ഇപ്പോൾ ഗുരു പറയുന്നത് ഈ 11 മതങ്ങളുടെയും ഒരു പൊതുപ്പേരാണ്, മതമല്ല. ഗുരു പറയുന്നു, ഈ സെമിറ്റിക് മതങ്ങൾ തമ്മിൽ പല സാമാന്യതകളുണ്ട്. എല്ലാവരും ഓൾഡ് ടെസ്റ്റമെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇറിക്കൺസൈൽ ചെയ്യാൻ പറ്റാത്ത ഡിഫറൻസസും ഉണ്ട്, കോൺഫ്ലിക്റ്റും ഉണ്ട്. ഇപ്പോൾ ജീസസിനെ മുസ്ലിംസും ജ്യൂസും ഒരു സൺ ഓഫ് ഗോഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ജ്യൂസും ക്രിസ്ത്യൻസും പ്രോഫറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഇറിക്കൺസീലബിൾ ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്, കോമൺ ഗ്രൗണ്ടും ഉണ്ട്. പക്ഷെ അവരെ മൂന്ന് മതങ്ങളെയും സെമിറ്റിക് എന്നുള്ളൊരു ഗ്രൂപ്പിൽ പെടുന്നു. ഗുരു പറയുന്നു, ഈ 11 മതങ്ങളിൽ തമ്മിലും സാമാന്യതകളുണ്ട്, പക്ഷേ വലിയ വിഭിന്നതകളുണ്ട്. ഇതിൽ ഒന്നിൽ കൂടുതൽ ഒരു മതത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അദ്വൈതത്തിലും ദ്വൈതത്തിലും വിശിഷ്ടാദ്വൈതത്തിലും ഒരുമിച്ച് വിശ്വസിക്കാൻ ഒക്കില്ല. വൈഷ്ണവ മതത്തിലും ശൈവ മതത്തിലും ഒന്നിച്ച് വിശ്വസിക്കാൻ ഒക്കില്ല. അപ്പം ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചാലേ ഈ ഹിന്ദു എന്ന ഗ്രൂപ്പിൽ, ഹിന്ദു ഉള്ള ഗ്രൂപ്പിൻ്റെ ഉള്ള ഒരു മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ഒക്കുള്ളൂ. പക്ഷേ ഹിന്ദു എന്നുള്ള മതമല്ല എന്ന് പറയുന്നു. എന്നിട്ട് ഗുരു പറയുന്നു, ഇത് ഗുരു അല്ല, ഞാൻ പറയുകയാണ്, ഈ 11 മതങ്ങളും ആര്യൻ ബ്രാഹ്മണ മതങ്ങളാണ്.
നമുക്ക് ഈ രാജ്യത്തെ 80% ആൾക്കാർക്ക് അതിൽ ഇടമില്ല. അതിൻ്റെ ശാസ്ത്രങ്ങൾ പഠിക്കാൻ പാടില്ല, അതിൻ്റെ അമ്പലങ്ങളിൽ കയറാൻ പാടില്ല, നമുക്ക് അതിൽ ഇടമില്ല, അതിൽ പൂജാരിമാരാകാൻ ഒക്കില്ല. ശബരിമല കേസിൽ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ആ ശ്രീകോവിലിൽ കയറിയാൽ അതിൻ്റെ ഈ പ്രതിഷ്ഠയുടെ ശക്തി മുഴുവൻ പോകും എന്നാണ് വാദിച്ചത്. അപ്പം നമുക്കതിൽ ഇടമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ. നിങ്ങൾ വെളിയിൽ നിന്ന് അമ്പലത്തിൻ്റെ വളരെ ദൂരെ നിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോളൂ, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഈ ഗുരു പറയുന്നത് ഈ 11 മതങ്ങളിൽ മാത്രം ഒരു പൊതുപ്പേര് ഉണ്ടാക്കിയാൽ അതിൻ്റെ അപകടം എന്താണ്? ഈ 80% ആൾക്കാർ മറ്റ് മതങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും, മതദ്വേഷമുണ്ടാകും. അത് പാടില്ല. ഇപ്പൊ ഗുരു പറഞ്ഞു, ഈ രാജ്യത്തെ 80% ആൾക്കാരുടെ ആത്മീയത എന്താണ്? കാണുന്ന എല്ലാ അമ്പലങ്ങളിലും പ്രാർത്ഥിക്കും, വൈഷ്ണവ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, ശൈവ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, ദ്വൈതത്തിനെ വിശ്വസിക്കും, അദ്വൈതത്തിനെ വിശ്വസിക്കും, എല്ലാത്തിലും വിശ്വസിക്കും, എല്ലാത്തിനെയും തൊഴുന്ന, കാണുന്ന എല്ലാത്തിലും ഒരു ദൈവികത കാണുന്ന ഒരു അപ്രോച്ചാണ് ഈ 80% ആൾക്കാരുടെ ആധ്യാത്മികത. മോസ്ക് കണ്ടാൽ തൊഴും, ചേർച്ച് കണ്ടാൽ തൊഴും, ഗുരുദ്വാര കണ്ടാൽ തൊഴും, എല്ലാത്തിലും ദൈവത്തിനെ കാണുന്ന ഒരു ആധ്യാത്മികതയാണ്. പക്ഷേ എന്താണ് ദൈവസങ്കല്പം എന്നും വ്യക്തികളാണ് തീരുമാനിക്കുന്നത്. എന്താണ്, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് ആചാരം ചെയ്യണമെന്നും വ്യക്തികളാണ് തീരുമാനിക്കുന്നത്. ഈ ആധ്യാത്മികതയുടെ പേര് ഗുരു പറഞ്ഞു, ഇതിന് പൊതുപ്പേരില്ല, പക്ഷെ ഇതിൻ്റെ പൊതുപ്പേര് ഹിന്ദു അല്ല. ഇതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദുക്കളല്ല. ഇന്ന് ഹിന്ദു എന്ന് വെച്ചാൽ ഈ 11 മതങ്ങളുടെ ഏതെങ്കിലും ഒരു മതം അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്യണം, അതിൽ അംഗമായിരിക്കണം, എന്നാലേ ഹിന്ദു എന്ന് പറയാൻ ഒക്കുള്ളൂ. അതിൻ്റെ പുറത്താണെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. ഹിന്ദു അല്ല, പൊതുപ്പേരില്ല, വ്യക്തികൾ. അപ്പൊ ഗുരു പറഞ്ഞു, രാമന്റെയും കൃഷ്ണന്റെയും മതം ഒന്നല്ല എന്ന് ഗുരു പറഞ്ഞു. 20 കോടി, ഈ 80% 20 കോടി ആൾക്കാരുണ്ടായിരുന്നു. ഗുരു പറഞ്ഞു 20 കോടി മതങ്ങളുണ്ടെന്ന് ഗുരു പറഞ്ഞു. വ്യക്തിയാണ് തീരുമാനിക്കുന്നത് എന്താണോ എൻ്റെ മതം, ഞാൻ എന്തിൽ വിശ്വസിക്കണം. ഇതിന് പൊതുപ്പേരില്ല. പക്ഷെ ഗുരു പറഞ്ഞു ഇതിൻ്റെ പൊതുപ്പേര് വേണമെങ്കിൽ ഗുരു സജസ്റ്റ് ചെയ്തു, മാനവധർമ്മം എന്ന പൊതുപ്പേര് സജസ്റ്റ് ചെയ്തു. മനുഷ്യൻ്റെ മതം. ഓരോ മനുഷ്യനും സ്വയം തീരുമാനിക്കുന്നു ഞാൻ എന്തിൽ വിശ്വസിക്കണം. ഞാനൊരു ഹോളി ബുക്കിൽ വിശ്വസിക്കാം, ഒരു പ്രോഫറ്റിൽ വിശ്വസിക്കാം, എന്തിലെങ്കിലും എനിക്കെന്ത് വേണമെന്ന് വെച്ചാൽ എനിക്കതിൽ വിശ്വസിക്കാം. പക്ഷേ അതിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ ഗുരു പറഞ്ഞു ഈ മാനവധർമ്മം എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും മറ്റു മതങ്ങളെ ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി പഠിക്കണം എന്നാണ് പറയുന്നത്. അനുസരിക്കണം, വിശ്വസിക്കണം എന്നല്ല, പഠിക്കണം, അറിഞ്ഞിരിക്കണം എല്ലാ മതങ്ങളെക്കുറിച്ചും. എന്നിട്ട് അതിൽ നന്മ കാണുകയാണെങ്കിൽ ആ നന്മ സ്നേഹപൂർവ്വം പങ്കുവെക്കണം. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അവസാനം ഗുരു പറഞ്ഞു, എല്ലാ പ്രസംഗങ്ങളും കേട്ടു, എല്ലാ മതങ്ങളുടെയും കുറിച്ചും പ്രസംഗങ്ങൾ കേട്ടു, എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശ്യം ഒന്നാണ്, മതങ്ങൾ തമ്മിൽ സംഘർഷത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതായത് ഈ മതസംഘർഷം ഉണ്ടാകുന്നത് ആധ്യാത്മികമായിട്ടല്ല, സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഉണ്ടാക്കുന്ന സംഘർഷമാണെന്നാണ് ഗുരു പറഞ്ഞത് വളരെ വ്യക്തമായിട്ട്. അപ്പോൾ ഗുരു വന്ന് പറയുന്നു ഹിന്ദു എന്നുള്ളൊരു മതമല്ല, ഈ 80% മതം വ്യക്തിമതമാണ്, വ്യക്തിമതങ്ങളാണ്. ആ വ്യക്തിമതങ്ങളെ നിന്നും ആരെയും ഒഴിവാക്കാൻ പാടില്ല. ഇപ്പോൾ ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുപ്പേരാണ് നമുക്ക് വേണ്ട. അത് മനുഷ്യൻ്റെ ധർമ്മം, മാനവധർമ്മം. അതാണെങ്കിൽ എൻ്റെ മതം എന്താണ്? മാനവധർമ്മമല്ല. പക്ഷെ മാനവധർമ്മം എന്ന് വെച്ചാൽ മറ്റുള്ള മതങ്ങളോടുള്ള ഒരു സമീപനമാണ്. എൻ്റെ മതം, എൻ്റെ വിശ്വാസം, അതിലാരും ഇൻ്റർഫിയർ ചെയ്യരുത്, ആരും ക്വസ്റ്റ്യൻ ചെയ്യരുത്. മറ്റുള്ള മതങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ച് അതിൽ നന്മ കാണണം,
സംഘർഷമില്ലാതെ ഇരിക്കണം, സാഹോദര്യം വേണം, സ്നേഹം വേണം, അനുകമ്പ വേണം. അങ്ങനത്തെ ഒരു കൂട്ടായ്മയാണ് ഗുരു മാനവധർമ്മം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വെച്ചത്. പിന്നെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഗുരു ഒരു ജാതി മനുഷ്യന് എന്ന് പറഞ്ഞു. ജാതി എന്ന് വെച്ചാൽ ഗുരു പറയുന്നത് ജന്മരീതിയാണ്, ജനിക്കുന്ന രീതി. എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതി മാത്രമേ ഉള്ളൂ. ഒരു അമ്മ പ്രസവിച്ചാണ് എല്ലാ മനുഷ്യരും ഉണ്ടാകുന്നത്. അല്ലാതെ ചില മനുഷ്യർ അമ്മ പ്രസവിച്ചും ചില മനുഷ്യർ അച്ഛൻ മുട്ടയിട്ടിട്ട് മുട്ട വിരിഞ്ഞ് ഉണ്ടാകുന്നതുമല്ല. എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതിയുള്ളൂ. ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ്. ഇത് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം, ബ്രാഹ്മണാദികൾ ഒഴിച്ച്. ആ കഷ്ടം എന്ന് ഗുരു പറയുന്നു. ഈ ബ്രാഹ്മണാദികൾക്ക് മാത്രം അറിയില്ല, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരൊറ്റ ജന്മരീതിയേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും അറിയാം, ഇവരൊഴിച്ച്. ഇവർ പറയുന്ന 4 ജന്മരീതികളുണ്ട്: ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അപ്പൊ അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ജാതി ഭേദമില്ല, ഒരു ജാതി മനുഷ്യന്, മതദ്വേഷമില്ല. അപ്പൊ ഈ പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ കമ്മ്യൂണിറ്റി ഹിന്ദു അല്ല. ഗുരു പറയുന്നു ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. അപ്പൊ ഹിന്ദുവിന്റെ പ്രാതിനിധ്യമല്ല ഗുരു ആഗ്രഹിക്കുന്നത്, ജാതിയുടെ പ്രാതിനിധ്യമല്ല ഗുരു ആഗ്രഹിക്കുന്നത്. മതം എന്ന് വെച്ചാൽ വ്യക്തിഗതമായിട്ടുള്ളൊരു മതം, മതസ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്ന ഒരു മതം. അതിൻ്റെ പേരിൽ സംഘർഷം പാടില്ല, അത് വെറും ആധ്യാത്മികമായിരിക്കണം എന്ന് ഗുരു പറയുന്നു. അപ്പോൾ ബാക്കി വരുന്നത് എന്താണ്? ജാതിയില്ല, ജാതിയും മതവും ആയിരിക്കരുത് പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഗുരു പറയുന്നു. പിന്നെ എന്തായിരിക്കണം അടിസ്ഥാനം? അവിടെയാണ് ഗുരുവും അംബേദ്കറും ഒന്നിച്ചു വന്ന് പറയുന്നത് സമുദായമായിരിക്കണം പ്രാതിനിധ്യത്തിൻ്റെ യൂണിറ്റ്, സമുദായമായിരിക്കണം. ഈ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് വരുന്നതിന് മുമ്പ് മതം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. കാരണം ഈ സമുദായമായിരുന്നു ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് സമുദായത്തിനെയാണ് ശ്രേണീകരിക്കുന്നത്. അന്ന് ജാതി എന്ന് പറയുന്നത് ഈ 4 പേർക്കേ ജാതിയുള്ളൂ. എന്ന് വെച്ചാൽ ജാതി ജന്മരീതിയാണ്. ഈ ബ്രാഹ്മൺ, ക്ഷത്രിയ ഇവരാണ് കാസ്റ്റ് ഹിന്ദുസ് എന്ന് പറയുന്നത്. ബാക്കി നമ്മളൊക്കെ ഔട്ട് കാസ്റ്റ് ആണ്, ഔട്ട് ഓഫ് കാസ്റ്റ് ആണ്, നമുക്ക് കാസ്റ്റ് ഇല്ല. അപ്പൊ ജാതിയും വർണ്ണവും അവർക്ക് മാത്രമേ ഉള്ളൂ, നമ്മൾ ഔട്ട് ഓഫ് കാസ്റ്റ് ആണ്, കാസ്റ്റ് ഇല്ല. അപ്പോൾ ഈ കാസ്റ്റ് ഹിന്ദുസിന്റെ കാസ്റ്റും സമുദായത്തിൻ്റെ സോഷ്യൽ സ്റ്റേറ്റസും ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മതത്തിൻ്റെ വിശ്വാസം ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും കണക്ക് സെൻസസിൽ ഉൾപ്പെടുത്തി. എന്ന് വെച്ചാൽ സമുദായമായിരുന്നു വളരെ ഇമ്പോർട്ടൻറ്റ്. സെൻസസിലൂടെ പതുക്കെ മതത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഗ്രാജുവലി അവർ ബിൽഡപ്പ് ചെയ്തു. അതിൻ്റെ പുറകിൽ ബ്രാഹ്മിൻസ് ആയിരുന്നു. ബ്രാഹ്മിൻസിന് വലിയ റോൾ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ സെൻസസ് ചെയ്തത് നാഗമയ്യ എന്ന് പറഞ്ഞ ഒരു തെലുഗു ബ്രാഹ്മണാണ്. അപ്പോൾ ഈ സെൻസസിലൊക്കെ മതത്തിൻ്റെ കണക്കിന് വളരെ പ്രാതിനിധ്യം കൊടുക്കുകയും സമുദായത്തിൻ്റെ കണക്കിന് പ്രാതിനിധ്യം കുറയ്ക്കുകയും ചെയ്തു. 31 മുതൽ ബ്രിട്ടീഷ് സെൻസസിൽ പോലും 31 അവസാനം സാമുദായിക സെൻസസ് വരുന്നത്. 41 സെൻസസിൽ സമുദായ കണക്ക് റിലീസ് ചെയ്തില്ല. അപ്പം ഗ്രാജുവലി സമുദായം പ്രാധാന്യമുള്ള ഒരു സമൂഹത്തിൽ മതത്തിന് വളരെ ക്ലാരിറ്റിയോ പ്രാധാന്യമോ ഇല്ലായിരുന്ന ഒരു സമുദായത്തിൽ നമ്മുടെ സമുദായ അംഗത്വത്തിൽ നിന്നാണ് നമ്മുടെ സോഷ്യൽ സ്റ്റേറ്റസും ഇക്കണോമിക് സ്റ്റേറ്റസും കിട്ടുന്നതും എടുത്തു കളയുന്നതും. അതായിരുന്നു ഇമ്പോർട്ടൻറ്റ്. അതിനെ നമുക്ക് തിരുത്തണമെങ്കിൽ ഈ സമുദായങ്ങളുടെ കണക്കെടുത്താലേ തിരുത്താനൊക്കെ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മുടെ സമുദായ ഐഡൻറ്റിറ്റിയുടെ ബേസിസിലാണ് നമ്മളെ തകർക്കുന്നത്. അപ്പോൾ ആ സമുദായങ്ങൾ തിരിച്ച് പ്രതിരോധിക്കണം. അവരുടെ സ്റ്റേറ്റസ് വീണ്ടെടുക്കണമെങ്കിൽ ആ സമുദായങ്ങളുടെ സെൻസസ് എടുത്താലേ ഇവർക്ക് റിയാക്ട് ചെയ്യാനൊക്കെ ഉള്ളൂ. പക്ഷേ സമുദായ സെൻസസിൽ നിന്നും സെൻസസിൽ നിന്നും സമുദായങ്ങളെ ഒഴിവാക്കി. 93 വർഷമായി ഈ പിന്നോക്ക സമുദായങ്ങളിൽ ആരെയും എണ്ണീട്ടില്ല. 93 വർഷമായി. എത്ര ഈഴവരിവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. എന്താണ് അവരുടെ സ്ഥിതി എന്ന് ആർക്കും അറിയില്ല. വിദ്യാഭ്യാസമായും സാമ്പത്തികമായിട്ട് ആർക്കും അറിയില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ സമുദായ സ്വത്വത്തിനെ ഇല്ലാതാക്കുക. ഏത് സ്വത്വത്തിനെ ശക്തിപ്പെടുത്തണം? മതസ്വത്വത്തിനെ ശക്തിപ്പെടുത്തണം. അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഉദാഹരണം 1991 സെൻസസിൽ 1991 ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലിയിൽ എഴുതിയ ഒരു ആർട്ടിക്കിളിൽ ഇത് എഴുതിയിട്ടുണ്ട്.
KR നാരായൺ, രാഷ്ട്രപതി KR നാരായൺ, അന്ന് അദ്ദേഹം രാഷ്ട്രപതിയല്ല, അദ്ദേഹത്തിൻ്റെ സെൻസസ് എന്യൂമറേഷനിൽ അദ്ദേഹത്തിന് എന്യൂമറേറ്റ് ചെയ്യാൻ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എന്താണ് ജാതി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പറവൻ. പക്ഷെ പറവൻ ജാതി ഡൽഹിയിലുള്ള ഷെഡ്യൂൾ കാസ്റ്റ് ലിസ്റ്റിലില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ കാസ്റ്റ് ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്തില്ല. സെൻസസ് കണക്കിൽ അദ്ദേഹം ഷെഡ്യൂൾ കാസ്റ്റ് അല്ല, പക്ഷെ അദ്ദേഹം ഹിന്ദു ആയിട്ട് എൻറോൾ ചെയ്തു. അപ്പം നമ്മൾ ഹിന്ദുക്കളാക്കുകയാണ്, ഈ സെൻസസിലൂടെ നമ്മൾ ഹിന്ദുക്കളാക്കുകയാണ്. നമ്മളാരും ഹിന്ദുക്കളാണെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ പറയാൻ പാടില്ല. ഹിന്ദു കാസ്റ്റ് ഹിന്ദു എന്ന് വെച്ചാൽ ഔട്ട്കാസ്റ്റ് ഹിന്ദു അല്ല, ഔട്ട്കാസ്റ്റിന് കാസ്റ്റ് ഇല്ല. 1950 പോലും മുനിസ്വാമി നാഗപ്പ എന്ന് പറഞ്ഞ 2 ഷെഡ്യൂൾ കാസ്റ്റ് മെമ്പേഴ്സ്, വളരെ ധീരന്മാരും വളരെ മഹാന്മാരുമായിട്ട് 2 ഷെഡ്യൂൾ കാസ്റ്റ് മെമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയോട് പറയാണ്, ഞങ്ങൾക്ക് പേടിയുണ്ട്, 12ാമത്തെ ദിവസം സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയമുണ്ട്, ഹിന്ദുക്കൾ അധികാരത്തിൽ വരികയാണ്, ഞങ്ങൾക്ക് ഭയമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ അവരാണ്, നമ്മളല്ല. പിന്നെ നമ്മളെല്ലാം എങ്ങനെ ഹിന്ദുക്കളായി? ഈ സെൻസസിലൂടെ നമ്മൾ ഹിന്ദുക്കളാക്കി. എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ, മുസ്ലിം, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖിൽ പെടാത്തവരെല്ലാവരും ഹിന്ദുക്കളാണ് എന്നൊരു പോളിസി ഡിസിഷൻ എടുത്തു, നമ്മളോട് ചോദിച്ചില്ല. പക്ഷെ ഹിന്ദു എന്ന് വെച്ചാൽ സുപ്രീം കോടതി പോലും പല ഡിസിഷൻസിൽ പറയുന്നത് ഹിന്ദു ആണെങ്കിൽ വേദത്തിനോടൊരു റെവറൻസ് വേണം, വേദത്തിനെ അക്സെപ്റ്റ് ചെയ്യണം, എന്നാലേ ഹിന്ദു ആവുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ വേദത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്ന് ചോദിക്കാതെ നമ്മൾ ഹിന്ദുക്കളാക്കി സെൻസസിലൂടെ. പെട്ടെന്ന് നമ്മുടെ സമുദായങ്ങളെ ജാതി എന്നുള്ള പേരും ആക്കി. അപ്പൊ ജാതിയും ഹിന്ദു ആയി കഴിഞ്ഞാൽ നമ്മൾ ജാതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കളായി. സാധാരണ ബാക്കി എല്ലാ മതങ്ങളും ഒരു പ്രവാചകനോ ഒരു ഹോളി ബുക്കോ നിന്നും ഒരു മതം ഉണ്ടാകുന്നു. ആ മതത്തിനെ സർക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്നു. പക്ഷേ സർക്കാരല്ല മതത്തിനെ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ ഉണ്ടായത് അങ്ങനെയല്ല. ഹിന്ദു എന്നൊരു മതത്തിനെ സർക്കാർ ഉണ്ടാക്കുകയാണ്, ത്രൂ സെൻസസ് ആൻഡ് ത്രൂ കോർട്സ്. സർക്കാർ ഉണ്ടാക്കുകയാണ്. നാരായണ ഗുരു ഇല്ല എന്ന് പറഞ്ഞൊരു മതത്തിന്, അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഇങ്ങനത്തെ ഒരു മതമേ ഇല്ലല്ലോ എന്ന്. അതിനെ സെൻസസിലൂടെ നമ്മളെല്ലാം ഹിന്ദുക്കളാണ്, നമ്മൾ മെജോറിറ്റിയാണ്, ആ മെജോറിറ്റി അപകടത്തിലാണ്. ഉടനെ അതിലൂടെ അപരത്വം ഉണ്ടാക്കി, മുസ്ലിമും ക്രിസ്ത്യനും അപരന്മാരായി, നമ്മളെല്ലാം ഒന്നായി. പക്ഷെ നമ്മളെല്ലാം ഒന്നാണെങ്കിൽ ഞാൻ അവിടെ 2-3 മാസം മുമ്പ് ഹൈക്കോടതിയിൽ വാദിക്കുന്നു 2 ഈഴവ ശാന്തിമാർക്ക് വേണ്ടി, അവർക്കൊന്ന് അപ്ലൈ ചെയ്യണം മേൽശാന്തിയാകാൻ ശബരിമലയിൽ. 20 വർഷം മിസ്റ്റർ ജോഷികാരനാണ് ആ കേസ് അവിടെ പോയത്. മിസ്റ്റർ ജോഷിയും അഡ്വക്കേറ്റ് TR രാജേഷുമാണ് ആ കേസ് അവിടെ കൊണ്ടുപോയത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ശാന്തിമാരാണ്. അപ്പം നമ്മൾ ഒന്നല്ല, അപ്ലൈ ചെയ്യാൻ പാടില്ല. പക്ഷേ സെൻസസ് പർപ്പസസിന് മെജോറിറ്റി ആയിട്ടും വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ നമ്മൾ ഒന്നാണ്. അപ്പോൾ ഒരു സർക്കാർ നിർമ്മിത, സെൻസസിലൂടെയും കോടതിയിലൂടെയും സർക്കാർ നിർമ്മിത മതമാണ് ഹിന്ദു മതം. അതിനെ സനാതനധർമ്മം, അതും ഇവർക്കറിയാം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പേര് മാറ്റി സനാതനധർമ്മം എന്ന് പറയും. ഈ സനാതനധർമ്മത്തിൻ്റെ മൂവ്മെന്റ് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ രാജാ റാംമോഹൻ റാവുയും ഈ ലാലാ ലജ്പത് റായും ഒക്കെ റിഫോം മൂവ്മെന്റ്സ് കൊണ്ടുവരുന്നു ഹിന്ദുയിസത്തിൽ. റിഫോം മൂവ്മെന്റ്സ് കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്ത് ഈ ജാതി വ്യത്യാസങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി, പക്ഷെ അത് നിലനിർത്താൻ വേണ്ടി റിഫോം മൂവ്മെന്റ്സ് കൊണ്ടുവരുന്നു. ആ റിഫോം മൂവ്മെന്റ്സിൻ്റെ എതിരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദു വ്യൂ വരുന്നു. എക്സ്ട്രീമിസ്റ്റ് ഫണ്ടമെന്റലിസ്റ്റ് ഹിന്ദു വ്യൂ വരുന്നു. ഇത് മാറ്റാൻ പാടില്ല, റിഫോം ചെയ്യാൻ പാടില്ല, ചാതുർവർണ്ണ്യം തൊടാൻ പാടില്ല, തീണ്ടലും തൊടിയിലും മാറ്റാൻ പാടില്ല, ഇതൊക്കെ ദൈവനിശ്ചിതമാണ്, വേദത്തിലുള്ളതാണ്, തൊടാൻ പാടില്ല. അതിനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സനാതനമായി ഈ ജാതി വ്യവസ്ഥയെ നിലനിർത്തണമെന്ന് വാദിക്കുന്ന തീവ്രവാദ ഹിന്ദുത്വത്തിനെയാണ് സെൻസസിൽ പോലും സനാതനധർമ്മമാണെന്ന് പറയുന്നത്. സെൻസസിൽ ആ 21 സെൻസസിലൊക്കെ ആര്യ സമാജികളും സനാതനധർമ്മികളും എന്ന് പറഞ്ഞ് വേർതിരിച്ച് കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ സനാതനധർമ്മത്തിന് വേണ്ടി വാദിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ വാദിക്കുന്നത്
ഒരു തീവ്ര ഹിന്ദുത്വത്തിന് വേണ്ടിയാണ് നമ്മൾ വാദിക്കുന്നത്. ഒരിക്കലും ചാതുർവർണ്ണ്യം മാറ്റാൻ പാടില്ല എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇവരുടെ ഈ ഒരു പ്രബല കമ്മ്യൂണിറ്റിയുടെ കേരളത്തിലുള്ള ചാതുര്യത്തിനെ കുറിച്ച് ഡോക്ടർ പറയായിരുന്നു. അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് അവരെ നോമിനേറ്റ് ചെയ്യിപ്പിക്കും, അവരെ സീറ്റിൽ കൊണ്ട് ഇരുത്തിപ്പിക്കും എന്ന് ഡോക്ടർ എന്നോട് പറയായിരുന്നു. കറക്റ്റാണ്. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ഇപ്പം നമ്മളെ കീഴാളുകളും മനുഷ്യരെക്കാളും നീചരാക്കിയ ഈ വ്യവസ്ഥയെ സനാതനധർമ്മം എന്ന് പറഞ്ഞ് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പോരാളികളെ നമ്മളെ ആക്കുക. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വിചാരിക്കും, ഗുരുദേവനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾക്കും ഞാൻ ഹിന്ദു ആണെന്ന് പറയാൻ പറ്റില്ല. ഗുരുദേവൻ വ്യക്തമായി പറഞ്ഞു, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ പറയും ഞാൻ ഹിന്ദു ആണെന്ന്? ഗുരുദേവനെ നിഷേധിച്ചിട്ട് പറയാം. നാഗ്പൂർ പറയുന്നു ഞാൻ ഹിന്ദു ആണ്, എനിക്ക് നാഗ്പൂർ ഗുരുദേവനെക്കാളും വലുതാണ്, ഗുരുദേവന് തെറ്റുപറ്റി. നാഗ്പൂർ പറയുന്നു ഞാൻ ഹിന്ദു ആണെന്ന് പറയും. പക്ഷെ ഗുരുദേവൻ പരമോന്നതനാണ് എന്ന് അംഗീകരിക്കുന്ന ആർക്കും ഞാൻ ഹിന്ദു ആണെന്ന് പറയാൻ പറ്റില്ല. ഇല്ലാത്ത മതം എൻ്റെ മതമാണെന്ന് പറയാൻ പറ്റില്ല. അത് ഗുരുവിനെ നിഷേധിക്കുക. അപ്പൊ ഈ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ഉണ്ടാക്കി, ഇത് ഞാൻ മാത്രം പറയുന്നല്ല, ഇത് ഗീത പ്രസ് ആൻഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹിന്ദു ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു അക്ഷയ് മുകുൾ എന്ന് പറഞ്ഞ ഒരു ഡീറ്റെയിൽ ബുക്ക് എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഹിന്ദുയിസം, ഒരു ഹിന്ദു രാഷ്ട്രം, ഹിന്ദുയിസം എന്നുള്ള മതവും അതിൻ്റെ ബേസിസിൽ ഒരു ഹിന്ദു രാഷ്ട്രവും എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു എന്ന് വിശദമായി എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സെൻസസിൽ, അപ്പം സെൻസസ് ഹിന്ദു രാഷ്ട്രത്തിൻ്റെ നിർമ്മിക്കാൻ, കൺസോളിഡേറ്റ് ചെയ്യാനല്ല, നിർമ്മിക്കാൻ, അങ്ങനെ ഹിന്ദു എന്നൊരു മതത്തിനെ നിർമ്മിച്ച് അതിനെ ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ അടിത്തറയാക്കി നിർത്താൻ ഉള്ള ശ്രമത്തിൻ്റെ ഒരു ഉപകരണമായിട്ടാണ് സെൻസസ് ഉപയോഗിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വരെ. നമ്മൾ എന്താ ശ്രമിക്കുന്നത്? സെൻസസിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് എന്തിനാണ്? ഇതിനെ റിവേഴ്സ് ചെയ്യാനാണ്. നമ്മൾ പറയുന്നത് സെൻസസിനെ ഉപയോഗിച്ച് നമ്മുടെ സമുദായങ്ങളെ രക്ഷപ്പെടുത്തണം. ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞതുപോലെ നമുക്ക് പ്രാതിനിധ്യ ജനാധിപത്യം വേണം, എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെ റെപ്രസെൻറ്റേഷൻ വേണം. ഗുരു അതിലേക്ക് പോയില്ല. ഗുരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് അല്ല. ഗുരു പറഞ്ഞ് ഇങ്ങനത്തെ മതമില്ല, സമുദായത്തിനെ ശക്തിപ്പെടുത്തണം എന്ന് ഗുരു പറഞ്ഞു. ഡോക്ടർ പറഞ്ഞതുപോലെ SNDP ഉണ്ടാക്കിയത് സമുദായത്തിനെ ശക്തിപ്പെടുത്താനാണ്. പല സമയങ്ങളിലും ഗുരു പറഞ്ഞിട്ടുണ്ട് സമുദായങ്ങളെ ശക്തിപ്പെടുത്തണം. ജാതി ചോദിക്കരുത് എന്ന് പറയുന്നത് നിന്റെ അമ്മ പ്രസവിച്ചാണോ നീ ഉണ്ടായത്, അതോ അച്ഛൻ മുട്ടയിട്ടിട്ടാണോ നീ ഉണ്ടായതെന്ന് ചോദിക്കുന്നതിൻ്റെ വിഡ്ഢിത്തം പറയരുതെന്നാണ് ഗുരു പറയുന്നത്. ജാതി ചോദിക്കരുത്, ഒരു ജന്മരീതിയുള്ള എല്ലാ മനുഷ്യർക്കും ജാതി ചോദിക്കരുത്. പക്ഷെ സമുദായത്തിനെ ശക്തിപ്പെടുത്തണം എന്ന് ഗുരു എപ്പോഴും പറഞ്ഞിരുന്നു. ഗുരു അംബേദ്കർ രണ്ടുപേരും പറയുന്നത് സമുദായത്തിനെ ശക്തിപ്പെടുത്തണം. സമുദായത്തിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ ഈ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ കൺസ്ട്രക്ഷൻ, ഇതിനെ നമ്മൾ തടയണമെങ്കിൽ ഈ സെൻസസിൻ്റെ നേച്ചർ മാറ്റിയേ പറ്റൂ. അപ്പം അവിടെയാണ് എനിക്ക് ആശ്ചര്യമുള്ളത്. ഇവിടെ പുരോഗമനപരമായിട്ടുള്ള ഒരു ഇടത് സർക്കാർ പോലും ഈ സമുദായങ്ങളെ ഉൾപ്പെടുത്തിയാൽ ഈ സെൻസസിൻ്റെ റോള് മാറും. അത് സമുദായങ്ങളെ ശക്തിപ്പെടുത്താനുള്ളൊരു ഉപകരണമായി മാറും. ഒരു മതങ്ങളെ ശക്തിപ്പെടുത്തിയിട്ട് മതബോധം ശക്തിപ്പെടുത്തി അപരത്വവും മതദ്വേഷവും ഉണ്ടാക്കാനാണ് ഈ മതബോധം വലുതാക്കുന്നത്. അതിനെ ദുർബലപ്പെടുത്തി സാമുദായിക ബോധം, അതിൽ കൂടി സാഹോദര്യം, സമത്വം, സ്നേഹം, സമുദായങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം, ഈ ഒരു അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകേണ്ടത്. വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമുദായങ്ങളുടെ സ്വാതന്ത്ര്യവും വേണം. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഭരണഘടനയിലുള്ള മൂല്യങ്ങൾ, ബാബാ സാഹേബ് അംബേദ്കർ പ്രിയാമ്പിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ മൂല്യങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം, സ്വാഭിമാനം, സാഹോദര്യം, ഇത് നമ്മൾ എല്ലാ സമുദായങ്ങളും അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇന്ത്യക്ക് നമ്മൾക്ക് ജീവിക്കാൻ ഒക്കില്ല. അപ്പം എല്ലാ സമുദായങ്ങളും ഈ മൂല്യങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് ഈ സമുദായങ്ങളെ സ്ട്രെങ്തൻ ചെയ്ത്, അത് ചെയ്യണമെങ്കിൽ ഈ എല്ലാ സമുദായങ്ങളുടെയും ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തണം. എന്താണ് സ്ഥിതി?
പെയിൻ ഉള്ളത് 2 ഡോക്ടേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവർക്കൊരു ഡയഗ്നോസിസ് ഇല്ലാതെ ഇവർക്ക് കണ്ടുപിടിക്കാൻ ഒക്കുമോ? ഇപ്പം എനിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെയാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഒരു ഡയഗ്നോസിസ് ആണ് ഈ സെൻസസ്. അപ്പം നമുക്ക് സമുദായങ്ങളുടെ ഒരു ഡയഗ്നോസിസ് 93 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. കാരണം സമുദായങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. കാരണം ഈ സെൻസസിന് ഉപയോഗിച്ച് ഹിന്ദു എന്നൊരു മതത്തിനെ ഉണ്ടാക്കുക, ആ ഹിന്ദു മതത്തിൽ അപരത്വം ഉണ്ടാക്കുക, മതദ്വേഷം ഉണ്ടാക്കുക, അതിനാണ് സെൻസസിന് ഉപയോഗിക്കുന്നത്. അതിനെ മാറ്റണമെങ്കിൽ എല്ലാ സമുദായങ്ങളുടെയും കണക്കെടുത്ത് അവരെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു വലിയൊരു അറ്റാക്ക്, ജനാധിപത്യത്തിനെതിരെയുള്ള ഒരു അറ്റാക്ക് നമുക്ക് നേരിടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സെൻസസ് വേണ്ടത്. അപ്പം സെൻസസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും ഒരു തലയെണ്ണൽ ആയിട്ടല്ല, സെൻസസ് ഒരു ഉപകരണമാണ്. ഇപ്പോൾ ഹിന്ദു മതം എന്നൊരു മതത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, നിർമ്മിക്കാൻ വേണ്ടിയാണ് സെൻസസ് ഉപയോഗിക്കുന്നത്. ആ റോള് മാറ്റി നമ്മൾ സമുദായങ്ങളെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ആയിട്ട് ഒരു ഉപകരണമായി സെൻസസ് ഉപയോഗിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് സെൻസസ് നടത്തണമെന്ന്. ഇടതുപക്ഷ സർക്കാർ അത് ചെയ്തില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരും ഇവിടെ ഒരു കൃത്രിമമായ ഒരു ഹിന്ദു ഐഡൻറ്റിറ്റിയെ ബിൽഡ് ചെയ്തിട്ട് ഇവിടെ വലിയ തോതിൽ മതദ്വേഷവും വലിയ തോതിൽ മതസംഘർഷവും ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയാണ്. അവരും അതിന് കൂട്ടുനിൽക്കുകയാണ്, അവർ മനസ്സിലാക്കണം. അപ്പോൾ അത് കഴിയുന്ന വേഗം അവർ അതിൽ നിന്ന് പിന്മാറും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് സെൻസസ്. ഇപ്പോൾ അവസാനമായി നമ്മുടെ ഈ പൗരത്വ ഭേദഗതി ബിൽ ആയിട്ട് എന്താണ് ഇത് ബന്ധം? ഈ പൗരത്വ ഭേദഗതി ബില്ലും ഈ ഹിന്ദു എന്നുള്ളൊരു മതത്തിനെ നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണത്. അത് ആദ്യം മുതലേ ഈ നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്റ്റിൽ തന്നെ അതിൽ ഒരു കമ്മ്യൂണൽ ആംഗിൾ ആദ്യം മുതലേ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈ പാകിസ്ഥാനിലേക്ക് പോയിട്ട് മടങ്ങി വരുന്ന ആൾക്കാരുടെ സിറ്റുവേഷൻ അവിടെ നിന്ന് വരുന്ന ഹിന്ദുക്കളുടെ സിറ്റുവേഷനുമായിട്ട് വ്യത്യസ്തപ്പെടുത്തി. അപ്പം ആദ്യം മുതലേ ഈ വരുന്ന ഹിന്ദുക്കളെ സ്വീകരിക്കുക, പക്ഷെ വരുന്ന മുസ്ലിംസിന് മറ്റൊരു രീതിയിലായിരുന്നു ഒരു അപ്രോച്ച്. അവർ നിഷേധിച്ചില്ല, പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെപ്പോഴും ഉണ്ട്. പക്ഷേ ഇത് ഏറ്റവും ശക്തമായി പ്രകടമായത് ഈ 2019 CAA അമെൻമെൻറ്റിലാണ്. അവിടെ എന്താണ് പറയുന്നത്? അവർ പറയുന്നത് ഈ ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഈ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഈ 2014 ഡിസംബർ 31 മുമ്പ് ഇവിടെ ആ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇന്ത്യയിൽ വന്ന ഹിന്ദുക്കൾക്ക്, അല്ലെങ്കിൽ ആറ് മതങ്ങൾ, അത് ഹിന്ദു, ജെയിൻ, ബുദ്ധിസ്റ്റ്, സിഖ്, പാർസി, ക്രിസ്ത്യൻ, ഈ മതങ്ങൾക്ക് ഞങ്ങൾ സിറ്റിസൺഷിപ്പ് കൊടുക്കുകയാണ്. അത് സാധാരണ 11 വർഷം എടുക്കും, ഉടനെ അവർക്ക് കിട്ടും. അവർ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് കരുതപ്പെടില്ല. ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ട് കരുതപ്പെട്ടാൽ പിന്നെ ഉടനെ ജയിലിൽ പോകും, ഡിറ്റൻഷൻ സെൻറ്ററിൽ പോകും. അപ്പോൾ അവർക്കൊരു ബെനിഫിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് അതെന്താണ്, അവർ ഒരു മതന്യൂനപക്ഷങ്ങളാണ്, അവർക്ക് ഒരു പീഡനം അനുഭവിക്കുന്നു, എന്താണ് ഇതിൽ പ്രശ്നം ഇതാണ്. ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഒരു സമൂഹമാണ് ഒരു രാജ്യം. ആ സമൂഹത്തിൻ്റെ അംഗത്വം കിട്ടുകയാണ് സിറ്റിസൺഷിപ്പ്. ആ അംഗത്വം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ക്രൈറ്റീരിയയിലാണ് കൊടുക്കുന്നതെന്നുള്ളതാണ് പ്രശ്നം. മതം ചോദിച്ചിട്ടാണോ കൊടുക്കുന്നത്? എന്താണ് മതവുമായിട്ട് ഇതിൽ പ്രസക്തി? പീഡനം അനുഭവിക്കുന്ന ആരായാലും സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന ഈ ജനാധിപത്യം, ഈ നമ്മുടെ ഭരണഘടനയിലുള്ള ജനാധിപത്യം പറയുന്നത് നമ്മൾക്ക് അവർക്ക് അഭയം കൊടുക്കണം. പീഡനം സഹിക്കുന്ന ഏത് മതമായാലും, ഏത് വംശമായാലും, ഏത് രാജ്യത്തിൽ നിന്നായാലും പീഡനം അനുഭവിക്കുന്ന ഒരാൾ ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യ ഒരു റെഫ്യൂജ് ആവണം, ഒരു സേഫ് ഹേവൺ ആവണം അവർക്ക് എന്നാണ് നമ്മുടെ തുടക്കം മുതലുള്ള നമ്മുടെ ഒരു ഫിലോസഫി. പക്ഷേ റിലീജിയസ് പീഡനത്തിന് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതാണ് പ്രശ്നം. റിലീജിയസ് പീഡനവും മറ്റ് പീഡനവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാനിൽ
കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്നു. ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അഫ്ഗാനിസ്ഥാനിൽ. അവർ മുസ്ലിംസ് ആകാം, ഹിന്ദുസ് ആകാം. അതിലൊരു മുസ്ലിമോ ഹിന്ദു ഉണ്ടോയെന്ന് വിചാരിക്കുക. ഒരു മുസ്ലിം ഒരു ഹിന്ദു, രണ്ടും അഫ്ഗാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ. അവരെ താലിബാൻ പിടിക്കുന്നു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞ് ഒരുപോലെ പിടിക്കുന്നു, ഒരുപോലെ പീഡിപ്പിക്കുന്നു. എന്തുകൊണ്ട് പീഡിപ്പിക്കുന്നു? അവർ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് പീഡിപ്പിക്കുന്നു. അതിൽ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വരുന്നു. പൊളിറ്റിക്കൽ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വരുന്നു. അതിൽ മുസ്ലിമിന് അഭയം കൊടുക്കൂല, ഹിന്ദുവിന് അഭയം കൊടുക്കും. അത് ശരിയാണോ? ഈ തസ്ലീമ നസ്രീൻ എന്ന് പറഞ്ഞ ഒരു കവിയുണ്ടല്ലോ, അവർ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ വന്നു. അവർ കവിത എഴുതി, അതിന് പീഡിപ്പിച്ചു. അവർ ഇന്ത്യയിൽ വന്നു, അഭയം കൊടുത്തു. അവരുടെ മതം എന്താണെന്ന് ചോദിക്കാൻ പാടുണ്ട്. അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നിരോധിക്കപ്പെട്ടു. അവരെ പീഡിപ്പിച്ചു. അവർ കവിയാണ്, സ്വതന്ത്ര രാജ്യമായ ഇന്ത്യയിൽ വരുന്നു, എനിക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് വേണം എന്ന് പറയുന്നു. അവർക്ക് യൂറോപ്പിലൊക്കെ പോകാൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അവർക്ക് ഇന്ത്യയിൽ താമസിക്കണം എന്ന് പറഞ്ഞു. അവരോടിപ്പോൾ നമ്മൾ പറയും, നിങ്ങൾ ഇവിടെ വന്നു, ഇനിയിപ്പോൾ നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് ഞങ്ങൾ അഭയം തരില്ല എന്ന് പറയുന്നത് ശരിയാണ്? പീഡനമാണ്. അത് റിലിജിന് എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? ബിക്കോസ് ഈ രാജ്യത്ത് നടക്കുന്ന റിലിജിനെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ ആക്കി മാറ്റുകയാണ് നമ്മൾ. അവിടെയാണ് സെക്യുലറിസത്തിനെ തകർക്കുന്നത്. റിലിജിനെ ഏറ്റവും വലിയ ഇഷ്യൂ ആക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് ഏറ്റവും വലിയ ഇഷ്യൂ ജാതിയായിരുന്നു. നമുക്ക് ജാതി ഇല്ലായിരുന്നു. പക്ഷേ ഈ ചാതുർവർണ്ണയത്തിൽ വർണ്ണവും ജാതിയും, നാം പഞ്ചമരാണോ, ജാതി ഉണ്ടോ, ജാതി ഇല്ലയോ, ഇതായിരുന്നു ഏറ്റവും വലിയ ഇഷ്യൂ. അതിൽ നിന്ന് കഷ്ടിച്ച് നമ്മൾ രക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴത്തേക്ക് മതം ഏറ്റവും വലിയ ഇഷ്യൂ ആയ ഒരു സൊസൈറ്റിയിലേക്ക് നമ്മളെ കൊണ്ടിടുകയാണ്. ഈ ഇടുന്ന ആൾക്കാരുടെ മക്കൾ എന്താണ്? ഇവര് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അമേരിക്കയിൽ പോയി ജീവിക്കുകയാണ്. അവിടെ മതം ഇഷ്യൂ അല്ല. ഇംഗ്ലണ്ടിൽ പോയി ജീവിക്കുകയാണ്. അവിടെ ഒരു ഹിന്ദുവിന് പ്രധാനമന്ത്രിയാകാം. അമേരിക്ക പറഞ്ഞാലോ ക്രിസ്ത്യൻസിന് മാത്രമേ ഞങ്ങൾ അഭയം കൊടുക്കുകയുള്ളൂ. നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ പറയുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ഇന്ത്യൻ സമൂഹത്തിനെ മാറ്റി ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും വലിയ ഇഷ്യൂ മതസ്വത്വമാക്കി മാറ്റുകയാണ്. മതത്തിന് പവർ കൊടുക്കുകയാണ്. അതാണ് തിയോക്രസി എന്ന് പറയുന്നത്. മത ആചാര്യന്മാർ വളരെ പവർഫുൾ ആവും, ഈ പണ്ഡിതന്മാർ വളരെ പൗരോഹിതർ വളരെ പവർഫുൾ ആവും. അതിനുവേണ്ടി മതത്തിനൊരു സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കുകയാണ് ഇവർ. ഏത് മതം എന്നുള്ളതല്ല, അത് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ആയാലും സെൻസസ് ആയാലും എല്ലാത്തിലും മതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, സെൻട്രൽ പ്രാധാന്യം. ഇപ്പം നമ്മുടെ ഈ വളർന്നു വരുന്ന അടുത്ത തലമുറയ്ക്ക് ഒരൊറ്റ ഇഷ്യൂ ഉള്ളൂ, നിന്റെ മതം എന്താണ്. അത് കഴിഞ്ഞിട്ടേ അവസരം കിട്ടുകയുള്ളൂ. അങ്ങനത്തെ ഒരു സമൂഹത്തിലാണോ നമ്മൾ താമസിക്കേണ്ടത്? അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഈ ഹിന്ദു എന്നുള്ളത് വളരെ അപകടം പിടിച്ച ഒരു സങ്കല്പമാണ്. ഇങ്ങനത്തെ ഇത് മതമല്ല, ഇതൊരു രാഷ്ട്രീയ സാമൂഹിക ഉപകരണമാണ്, മതമല്ല. പക്ഷെ ഗുരുവിനെ നമ്മൾ അവഗണിക്കുന്നു. ഗുരുവിൻ്റെ പേരിലുള്ള സ്ഥാപനങ്ങൾ പോലും ഹിന്ദുത്വത്തിൻ്റെ പുറകെ പോവുക. അപ്പൊ ഇത് രണ്ടിൽ കൂടെ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഹിന്ദു മതത്തിനെ ഒരു കൃത്രിമമായി സർക്കാരിലൂടെ സൃഷ്ടിച്ച് അതിലൂടെ വീണ്ടും ചാതുർവർണ്ണ്യം തിരിച്ചു കൊണ്ടുവന്ന് നമ്മളെ കീഴാളുകളാക്കി പഴയ വർണ്ണാശ്രമ അധർമ്മത്തിലേക്ക് മടങ്ങിപ്പോവുക. രണ്ടാമത്, ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ വിഷയം മതമാക്കി മാറ്റുക. മതം പഠിപ്പിക്കുക, മതം പഠിക്കുക, മതം എല്ലാത്തിലും മതം കൊണ്ടുവരിക. അതിനാണ് തിയോക്രസി എന്ന് പറയുന്നത്. അത് മറ്റ് രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. ചില ക്രിസ്ത്യൻ രാജ്യങ്ങളും ചില മുസ്ലിം രാജ്യങ്ങളും നടക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഒരു ഇംബാലൻസ് ഉണ്ടാകും. മതത്തിന് അതിൻ്റെ ഒരു
സ്ഥാനമുണ്ട്. അത് ആക്ച്വലി അവിടെ മതരാഷ്ട്രങ്ങളല്ല, ഈ ഇസ്ലാമിക് രാഷ്ട്രങ്ങളല്ല. മൗലാന ആസാദ് പറഞ്ഞിട്ടുണ്ട്, ഈ മുസ്ലിം രാജാക്കന്മാരും മുഗൾ രാജാക്കന്മാരും ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത്, പീഡിപ്പിച്ചിട്ടുള്ളത് മുസ്ലിംസിനാണെന്ന് മൗലാന ആസാദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളിൽ മുസ്ലിംസിനെ പീഡിപ്പിക്കില്ല എന്ന് ഇന്ത്യൻസ് നമ്മളെങ്ങനെ പറയും? മൗലാന ആസാദ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മുസ്ലിം രാജാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ മുസ്ലിംസിനെ പീഡിപ്പിച്ചിട്ടുള്ളതെന്ന്. അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അദ്ദേഹം ഒരു മൗലാനായിരുന്നു, വളരെ മഹാനായിട്ടുള്ളൊരു ചിന്തകനായിരുന്നു മൗലാന ആസാദ്. അപ്പോൾ നമ്മൾ പറയുന്നത്, ഈ മതം ഗുരു പറഞ്ഞതുപോലെ ആധ്യാത്മികതയുടെ പരമ ഉദ്ദേശം എല്ലാ മതത്തിലും ഒന്ന് തന്നെയാണ്. ദൈവത്തിനെ റിയലൈസ് ചെയ്യണം. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. അതിൽ സംഘർഷമില്ല, സംഘർഷത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഗുരു പറയുന്നു. അപ്പൊ ഈ മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നത് വളരെ ഭീകരമായിട്ട് ഒരു പൊളിറ്റിക്കൽ മെഷീനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഹിന്ദുത്വം, ഹിന്ദു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ മെഷീനാണ്, മതമല്ല. ആ മതം, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവസാനം ഞാൻ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? 2 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഒന്ന്, പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടി നമ്മൾ ശക്തമായി പോരാടണം. എല്ലാ സമുദായങ്ങൾക്കും ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം വേണം എന്ന് വളരെ ശക്തമായി നമ്മൾ പോരാടിയാൽ മാത്രമേ ജനാധിപത്യത്തിൻ്റെ ഒരു അടിത്തറ നമുക്കിവിടെ ഉണ്ടാക്കാൻ ഒക്കൂ. അതാണ് ബാബാ സാഹേബ് അംബേദ്കർ നമ്മളോട് പറഞ്ഞത്. അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യണം. രണ്ടാമത് ഗുരു പറഞ്ഞതുപോലെ നമ്മളുടെ മതം, ഈ 80% മതം വ്യക്തിപരമായിട്ടുള്ള ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏത് അമ്പലത്തിലും പോകാം, ഏത് പൂജയും ചെയ്യാം, ആരും നമ്മളെ ചോദ്യം ചെയ്യാനില്ല. എന്ത് നമ്മുടെ ആധ്യാത്മികതയാണെങ്കിൽ നമുക്ക് സന്തോഷപൂർവ്വം, ഇപ്പം ഈ ആര്യൻ ബ്രാഹ്മണ മതത്തിലുള്ള വിശ്വാസമാണെങ്കിൽ അത് നിഷേധിക്കുന്നില്ല, ആരും ഒന്നും നിഷേധിക്കുന്നില്ല, എന്ത് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്തോളൂ. പക്ഷേ അതിൻ്റെ പൊതുപ്പേര് ഹിന്ദു അല്ല, മാനവധർമ്മമാണ്, മനുഷ്യൻ്റെ ധർമ്മമാണ്. അപ്പം എൻ്റെ ജാതി എന്താണ്? മനുഷ്യൻ. എൻ്റെ മതം എന്താണ്? വ്യക്തിമതം. എൻ്റെ മതത്തിൻ്റെ പൊതുപ്പേരെന്താണ്? മാനവധർമ്മം. ഇതായിരിക്കണം നമ്മൾ പറയുന്നത്. എൻ്റെ സമുദായം എന്താണ്? ഈഴവ സമുദായം. എനിക്ക് വേണ്ടത് എന്താണ്? പ്രാതിനിധ്യം, സൗഹാർദ്ദം, സാഹോദര്യം, സ്നേഹം, സമത്വം, ന്യായം. ഇതാണ് ഈ 2 മഹാഗുരുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ബോധം നമുക്ക് വരികയാണെങ്കിൽ ഈ സോവിയറ്റ് യൂണിയനിൽ എൻ്റെ സാറ് പറഞ്ഞതുപോലെ നമുക്ക് പറയേണ്ടി വരില്ല. നമുക്ക് പറയാം, 2024 ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായി, നമ്മൾ പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടി പോരാടി, നമ്മൾ മാനവധർമ്മത്തിന് വേണ്ടി പോരാടി. ഒരു തുറന്ന ആധ്യാത്മിക സങ്കല്പമാണ് മാനവധർമ്മം. അതിനുവേണ്ടി പോരാടി ഈ മതദ്വേഷത്തിനെ നമ്മൾ ഇല്ലാതാക്കി, മതസൗഹാർദ്ദത്തിനെ കൊണ്ടുവന്നു, നമ്മൾ ഇന്ത്യയെ രക്ഷിച്ചു എന്ന് നമുക്ക് പറയാൻ ഒക്കും. ഇത്രയും നേരം വളരെ സ്നേഹപൂർവ്വം ഇവിടെ ഇരുന്നത് കേട്ടതിന് എല്ലാവർക്കും വളരെ നന്ദി.